ഇപ്പം നല്ല രീതിയിൽ കരിയർ ഗ്രാഫിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആക്ടേഴ്സിനെ പലരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് പലരും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഷൈൻ്റെ പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ തകർക്കാനായിട്ട് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, സിനിമ പഴമ ഓടുന്നില്ല, നെഗറ്റീവിൽ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇപ്പം അർജുൻ്റെ കരിയർ നോക്കി തന്നെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഏതെങ്കിലും പോയിന്റ് ആരെങ്കിലും താങ്കളെ ടാർഗറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ബ്രോ, കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട്, അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട്, നല്ല പടങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ എന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥകൾ ചിലപ്പോൾ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് ഈ പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താൻ അല്ലെങ്കിൽ നോക്കി ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക നമ്മളെ തളർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഓരോ വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് അതിനകത്ത് 5 പേർക്ക് സിനിമ വർക്കായി കഴിഞ്ഞാൽ വർക്കായിരിക്കും. അല്ലാതെ നമുക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളാണെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷേ തിയേറ്ററിൽ നിന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ, എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കറിയില്ല. വ്യക്തമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മുന്നേ ഹൈദരക്ക അത് ചിലപ്പോ ഹൈദരക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദരക്ക എന്താ വിശ്വസിക്കണേ? കഴിയുമോ? മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പക്ഷെ നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു ഹൈദരക്ക? തോന്നുന്നു വ്യക്തിപരമായി ചെയ്യുന്നതാണ് ഒരാൾ എന്ന് പറഞ്ഞത് ശരിയാവില്ലല്ലോ. ആളുകൾ വ്യക്തിപരമായി എന്റെ ടാർഗറ്റ് ചെയ്ത് എന്റെ സിനിമ പൊളിക്കാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. അതാണ് അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്. ബാലുവിന്റെ എത്രയോ സിനിമ, അച്ഛൻ്റെ എത്രയോ സിനിമ, കാര്യം എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. അല്ലെ, എനിക്ക് അറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവായിരിക്കും പിന്നീട് സമയം. എനിക്ക് എനിക്ക് എഴുതാനറിയില്ല, അറിയാം, വായിക്കാറില്ല.